ഹായ് ഫ്രണ്ട്സ്, പച്ചക്കറി കഴിക്കാൻ മടിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികളെ എല്ലാവരെയും പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഉത്സവപ്പറമ്പുകളിലെല്ലാം സുപരിചിതനായ ചന മസാലയെ ഒന്ന് വകഭേദം വരുത്തിയെടുത്തിരിക്കുന്ന കേട്ടോ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട മെയിൻ ഐറ്റം വെള്ളക്കടലയാണ്. വെള്ളക്കടല ഒരു ദിവസം തലേന്ന് കുതിർത്താൻ വെച്ചിട്ട് പിറ്റേന്നാട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വാരി ഉപ്പും ചേർത്ത് കുക്കറിൽ 2 വിസിലടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. ഇനി വേണ്ട പച്ചക്കറി ഐറ്റംസ് നമ്മുടെ കയ്യിലുള്ള ഒരുമാതിരി എല്ലാ പച്ചക്കറികളും എടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് സവാള, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ, മല്ലിയില, ഇത്ര ഐറ്റംസ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം ഏകദേശം ഒരേ പോർഷനിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങണം. അതിനായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് സ്പൈസി കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇത്ര ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഇഡലി പാത്രത്തിലോട്ട് വെച്ചാട്ടോ ആവി കയറ്റുന്നത്. അധികം നേരമൊന്നും വേണ്ട. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോളം ഇരുന്നാൽ മതിയാവും കേട്ടോ. അത്രയും വേണ്ട കാര്യമേ വരുന്നുള്ളൂ. അങ്ങനെ വേവിച്ചെടുത്തതിലേക്ക് നമുക്ക് നാരങ്ങാ നീര് ചേർത്തിട്ട് ഒന്നുകൂടെ യോജിപ്പിക്കാം. നാരങ്ങാ നീര് വന്ന് കഴിയുമ്പം അതിൻ്റെ ടേസ്റ്റേ മാറും. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. പിള്ളേർക്ക് കൊടുക്കലാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് കുരുമുളക് പൊടി വിട്ടതാട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും എടുത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടോടുകൂടി കഴിക്കണം, എന്നാലാട്ടോ ടേസ്റ്റ് വരുള്ളൂ. തണുക്കാൻ വെച്ചുകൊണ്ടിരിക്കരുത്. കുട്ടികൾക്കാണെങ്കിലും ചെറു ചൂടോടുകൂടി കൊടുക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തു. ഐറ്റം റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റുമുള്ള ചന മസാല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും ഇനിയും ഉണ്ടാക്കി തരണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.